ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ മത്തി ഫ്രൈ ആണോ. അപ്പോൾ മത്തി ഫ്രൈക്കുള്ള മത്തി നമ്മൾ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നാക്കി ക്ലീൻ ആക്കിയിട്ട് തുടങ്ങാം നമുക്ക്. നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. മത്തീൻ്റെ ചിതമ്പലൊക്കെ കളഞ്ഞ് നമ്മളെ നാട്ടിൽ ഈ തല ഇങ്ങനെ ചീന്തിട്ടാട്ടോ എടുക്കല്. കാരണം അത് ചീന്തിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി കിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഈ വേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ കത്രി കൊണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് കത്രി കൊണ്ട് തന്നെ ഒന്ന് കഴുകി എടുക്കും കേട്ടോ. എന്നിട്ട് നല്ല പ്ലേറ്റിലേക്ക് മാറ്റിക്കും. എന്നിട്ട് എല്ലാം ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആകും. ഇപ്പം തന്നെ ഇത് ക്ലീൻ ആയിട്ടുണ്ടാവും, ഇതുപോലെ ആയിട്ടുണ്ടാവും. എന്നാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ക്ലീനാക്കും. അപ്പോൾ അത്രയും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ക്ലീനാക്കിയിട്ട് നമ്മളെ കുക്കിംഗ് വീഡിയോ കാണാൻ പോവാം. അങ്ങനെ മത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ഇങ്ങനത്തെ മീൻ കിട്ടിയായിരുന്നു കേട്ടോ. മത്തി ഒരു കിലോ തികയാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മീൻ കിട്ടിയായിരുന്നു. ഈ മീനിൻ്റെ പേരെന്താണെന്നും അറിയില്ല, അപ്പോൾ അതുകൊണ്ട് പേരൊന്നും പറയില്ല. മത്തി കണ്ടിട്ട് ഇച്ചിരി പഴക്കമുള്ള പോലെ ഉണ്ട്. ഈ മീൻ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ വാല് കട്ട് ചെയ്യണം. വാലിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുള്ളുണ്ടാവും പുറത്ത്, ഇതെല്ലാം നമ്മൾ വെട്ടിയെടുക്കണം. പിന്നെ ഈ രണ്ട് ഇതുണ്ടല്ലോ, ഇതും വെട്ടിയെടുത്തിട്ട് ശേഷം വയ്ക്കാം. ഇത് തല കറി വെക്കാൻ പറ്റുന്ന മീനാണ്. നമ്മളത് മത്തി ഫ്രൈ ആക്കാൻ ഉണ്ടായത് തന്നെ തലക്കറി വെച്ചും ഇത് വെച്ച് കറി ഉണ്ടാക്കണം. അത് നേരെ ഇവിടെ അരിഞ്ഞെടുക്കണം. അപ്പം അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ കിട്ടും. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ എടുത്ത് കളയണം കേട്ടോ ചെമ്പൽ, എന്നാലേ ഈ മീനൊരു ടേസ്റ്റ് ഉള്ളൂ. ഇതിൻ്റെ പേര് എനിക്കറിയാം, മീനിൻ്റെ പേര്, പക്ഷേ ഇതിങ്ങനെ എടുത്ത് കളയണം. ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടില്ല വെച്ചാൽ ഒരു ഒന്നും കഴിക്കാൻ പറ്റില്ല. വേണ്ട, ഇത് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ ഇതിവിടെ ഇങ്ങനെ ചീന്തിരിച്ച് പ്രയാസം ഉണ്ടെങ്കിലും നന്നായിട്ട് എടുക്കണം, എന്നാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. ഈ മീൻ എങ്ങനെ എടുത്ത്. ഹലോ ഗെയ്സ്, ഫൈനലി നമ്മളെ മത്തി ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വേറെ മീൻ കിട്ടിയല്ലേ, അതും കഴിഞ്ഞു. അപ്പോൾ ഫ്രൈ ഒക്കെ അല്ല, നമുക്കൊന്ന് ഇവിടെ മസാല കൂട്ടാം കേട്ടോ. ഇത് വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂട്ടാൻ പറ്റും. ഇതൊരു അലുമിനിയം പാത്രം ആയതുകൊണ്ട് അതിൽ കുത്തൊക്കെ കാണാനുണ്ടോ, പക്ഷേ വൃത്തിയുള്ള പാത്രമാണ് കേട്ടോ. അലുമിനിയത്തിൻ്റെ കളറാണ്. ഈ ടീസ്പൂണിന് 1.25 ടീസ്പൂൺ ഉപ്പ് വേണം. ഈ ടീസ്പൂണിന് 2.25 മുളക് പൊടിയാണ് കേട്ടോ. മഞ്ഞൾ 3/4 ടീസ്പൂൺ കേട്ടോ. ഇതെല്ലാം കൂട്ടി മിക്സ് ആക്കി എടുക്കണം നമുക്കിനി. ഇപ്പം ഇതെല്ലാം ഒന്ന് കൂട്ടി കുഴച്ച് അതുപോലെ മിക്സ് ആക്കി കിട്ടും. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം. മസാലയൊക്കെ പുരട്ടി വരുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കാനുണ്ടാവും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചെറിയ മത്തിയാകും തന്നെ ഇത് സൈഡ് വറകരുത് കേട്ടോ. നമ്മുടെ നാട്ടിൽ വറക എന്ന് പറയും സൈഡ് മുറിക്കുന്നതിന്. അങ്ങനെ മുറിച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ ഒടിഞ്ഞൊടിഞ്ഞ് പോരും. അപ്പോൾ കൂടുതൽ മസാല ചേർക്കരുത് കേട്ടോ. കൂടുതൽ മസാല ചേർത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ, മത്തീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. കാരണം മത്തിയിൽ നിന്ന് തന്നെ മത്തീൻ്റെ ഒരു ചുവ ഇറങ്ങാണ്ട്, ആ ചുവ ഇറങ്ങുമ്പോൾ നമ്മൾ മസാല കൂടുതലായി കഴിഞ്ഞാൽ മത്തീൻ്റെ ടേസ്റ്റ് കിട്ടൂല. നമുക്ക് എന്താ വെച്ചാൽ മസാലേൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേ പരുവത്തിലാണ് മസാല. ഹലോ ഗൈസ്, ചട്ടിക്കിട്ടല്ല വീഡിയോ നമ്മൾ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ നമ്മുടെ മീൻ വെന്തുവരുമ്പോൾ ഇത്ര ഉണ്ടാവും കേട്ടോ, ഇതേപോലെ ഉണ്ടാവും. ഇതിലേറെ വേവിക്കരുത്. മത്തി മീനൊക്കെ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം.